നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺട്രോൾ സിസ്റ്റം ഡിസൈനിങ്ങിൻ്റെ മൂന്നാമത്തെ ഭാഗം, ഹൈഡ്രോളിക് പ്രസ് യൂണിറ്റിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വെർഷൻ. ഇൻട്രൊഡക്ഷൻ. ഈ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഓട്ടോമാറ്റിക് സിസ്റ്റം പ്രവർത്തിക്കണമെങ്കിൽ ഏത് ലോജിക്കിലൂടെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് ആ ഡിസൈൻ തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. ആ ഡിസൈൻ എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ ബ്ലോക്ക് ഡയഗ്രത്തിലൂടെ കാണിക്കുന്നത്. ഈ ബ്ലോക്ക് ഡയഗ്രാം കണ്ടാൽ അറിയാം. പവർ സപ്ലൈ ഉണ്ട്, ഹൈഡ്രോ പമ്പ്, കോണ്ടാക്ടേഴ്സ്, സിസ്റ്റം കൺട്രോൾ റിലേ, ഹൈഡ്രോളിക് ടൈം ഡിലേ, ഫോർവേഡ് റിലേ, റിവേഴ്സ് റിലേ, ഹൈഡ്രോളിക് പ്രസ് യൂണിറ്റ്, മോഷൻ സെൻസേഴ്സ്, സോളിനോയിഡ്. മാനുവലായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ വരുമ്പോൾ അത് പ്രവർത്തിക്കാൻ വേണ്ടി സെൻസേഴ്സ്, ലിമിറ്റ് സ്വിച്ചുകൾ, ഇതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. സിസ്റ്റം പവർ സപ്ലൈ. ആദ്യം ഒരു പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ എല്ലാത്തിലും ആവശ്യമാണെന്നുള്ളത് നമുക്കറിയാം. 24 വോൾട്ടിൻ്റെ ഒരു DC. ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള പവർ സപ്ലൈ ആവശ്യമുണ്ട്. ഒന്ന് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് വരുന്ന 24 വോൾട്ട് DCയും, പിന്നൊന്ന് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു 240 വോൾട്ട് AC സപ്ലൈയും. ഈ രണ്ട് സപ്ലൈയും ഈ പവർ സപ്ലൈ സെക്ഷനിൽ നിന്നാണ് വരുന്നത്. കൺട്രോൾ പവർ സെക്ഷൻ. ഈ പവർ സപ്ലൈ 24 വോൾട്ട് DC ആദ്യം തന്നെ ഒരു റിലേയിലേക്കാണ് പോകുന്നത്. R1 എന്ന റിലേയിലേക്കും അതോടൊപ്പം തന്നെ ഒരു T1 എന്ന് പറയുന്ന ഒരു ടൈം ഡിലേ ആണ്. R1 നിന്ന് നേരെ ഈ പവർ സപ്ലൈ കോണ്ടാക്ടറിലേക്കാണ് പോകുന്നത്. അത് C1ലേക്ക് വരുന്ന സപ്ലൈ C1ൻ്റെ ഡ്രൈവ് DR വഴിയാണ് പോകുന്നത്. ആ റിലേയിലേക്ക് വഴി CRലേക്ക് പോകുന്നു. ആ സപ്ലൈ തന്നെ ഒരു സീരീസ് ആയിട്ടുള്ള ഹൈഡ്രോ പമ്പിൻ്റെ പ്രഷർ സെൻസറിലേക്കും പോകുന്നുണ്ട്. അതായത് ഫുൾ പ്രഷർ അയക്കുമ്പോൾ അത് സെറ്റ് ചെയ്തിരിക്കുന്ന എത്ര പ്രഷർ വേണോ ആ പ്രഷറിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വിച്ച് ഡിസ്കണക്റ്റ് ആവുകയും C1 കോണ്ടാക്ട് ഡിസ്കണക്റ്റ് ആയി പമ്പ് ഓഫ് ആവുകയും ചെയ്യും. ആ സമയം T1 ആക്റ്റീവ് ആവും. അതിനൊരു ടൈം ഡിലേ ഉണ്ട്. ആ ടൈം ഡിലേ വഴി T1 ആക്റ്റീവായിട്ട് അതൊരു NO കോണ്ടാക്റ്റ് വഴി കൊടുത്തിരിക്കുന്നു. ആ NO കോണ്ടാക്റ്റ് സപ്ലൈ കിട്ടി. സിസ്റ്റം കൺട്രോൾ സെക്ഷൻ. അടുത്തത് R2 R3 രണ്ട് കൺട്രോൾ റിലേകൾ വർക്ക് ചെയ്യുന്ന ഒരു കൺട്രോൾ സെക്ഷനിലേക്കാണ് പോകുന്നത്. R2 എന്ന് പറയുന്നത് ഫോർവേഡ് റിലേയും R3 എന്ന് പറയുന്നത് റിവേഴ്സ് റിലേയും. അതിന് വേണ്ടത് കൺട്രോൾ സെക്ഷനിൽ R2വിൽ നിന്നുള്ള സപ്ലൈ പോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ മാനുവലായിട്ട് സ്വിച്ചുകളാണ്, ഓൺ ഓഫ് സ്വിച്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ അത് ഉപയോഗിക്കുന്നില്ല. ഇതിനകത്ത് കൊടുക്കുന്നത് ഒരു മെറ്റീരിയൽ സെൻസർ എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും. ആ മെറ്റീരിയൽ സെൻസർ വഴി ആ സെൻസറിൽ മെറ്റീരിയൽ ആ പ്ലാറ്റ്ഫോമിൽ പ്രസിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽ അവിടെ എത്തിക്കഴിയുമ്പോൾ ആ സെൻസർ കോണ്ടാക്ട് വർക്ക് ചെയ്യും. അതിലൊരു ക്ലോസ് സിഗ്നൽ പോവുകയും ആ സിഗ്നൽ വഴി ഈ R2 പ്രവർത്തിക്കുന്നു, ആക്റ്റീവ് ആവും. R2 ആക്റ്റീവ് ആവുമ്പോൾ അതിൻ്റെ, അതായത് ഫോർവേഡ് റിലേ ആണ്, ആ ഫോർവേഡ് റിലേ എന്നുള്ളൊരു സിഗ്നൽ പോയിട്ട് സോളിനോഡ് SV1 എന്ന് പറയുന്ന സോളിനോഡ് വാൽവിലേക്ക് ഇതിൻ്റെ സപ്ലൈ പോവുകയും സോളിനോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. അവിടെ നിന്ന് ഈ പിസ്റ്റൺ മുന്നിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഒരു മോഷൻ സെൻസർ കൊടുത്തിട്ടുണ്ട്, LS1 LS2 എന്ന് പറയും. LS1ൻ്റെ സെൻസർ ഇത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തായിരിക്കും? പിസ്റ്റൺ ഈ എൻഡിലായതുകൊണ്ട് ക്ലോസ് സിഗ്നലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കോണ്ടാക്റ്റ് വഴി ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അത് അടുത്ത സെക്ഷനിൽ ഞാനത് വിശദീകരിക്കും. സോളിനോയിഡ് വാൽവ് വർക്ക് ചെയ്യും. പിസ്റ്റൺ മുന്നിലോട്ട് ചലിക്കുമ്പോൾ പ്രസ്സിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന മെറ്റീരിയൽ പ്രസ് ആവുകയും ചെയ്തു. കംപ്ലീറ്റ് പ്രസ് ആകുമ്പോൾ ഈ പിസ്റ്റൺ LS2 സെൻസറിൻ്റെ അടുത്തെത്തുന്നു. ആ സെൻസറിൻ്റെ അടുത്തെത്തുമ്പോൾ അത് ആക്ടിവേറ്റ് ആവുകയും അവിടെ നിന്ന് ഉടനെ തന്നെ R3യിലേക്ക് സപ്ലൈ പോവുകയും ചെയ്യുന്നു. R3 കോണ്ടാക്റ്റ് R2ൻ്റെ കൂടെ സീരീസ് ചെയ്ത് കണക്ട് കൊടുത്തിരിക്കുന്നതിനാൽ R3 എനർജൈസ് ആവുമ്പോൾ തന്നെ R2 ഡിസ്കണക്റ്റ് ആവും. അവിടെ നിന്ന് വീണ്ടും SV2 സോളിനോഡ് വാൽവിലേക്ക് ഹൈഡ്രോളിക് പമ്പ് ചെയ്യപ്പെടുന്നു. ഈ പിസ്റ്റൺ വീണ്ടും റിവേഴ്സിലേക്ക് ചലിക്കാൻ തുടങ്ങുകയും ചെയ്യും. പഴയ സ്ഥലത്തേക്ക് തന്നെ അത് തിരിച്ചു പോകും. അവിടെ എത്തുമ്പോൾ ഈ സപ്ലൈ ഓഫ് ആവുകയും ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും. ഈ P1 മെറ്റീരിയൽ സെൻസറിൻ്റെ അവിടെ നിന്ന് മെറ്റീരിയൽ പ്രസ്സിങ് കഴിയുമ്പോൾ അത് ഡിസ്കണക്റ്റ് ആവുകയും അതുവഴി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രോൾ സപ്ലൈ അവിടെ വെച്ച് ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും. വീണ്ടും മെറ്റീരിയൽ വരുമ്പോൾ മാത്രമേ ആ സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടൂ. ഇപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രം ഏതാണ്ടൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വ്യക്തമായ ഒരു രീതി അതിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രം ഉപയോഗിച്ച് മനസ്സിലാക്കാം. ഹൈഡ്രോളിക് പ്രസ് മെഷീൻ്റെ ഓട്ടോമാറ്റിക് പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നുള്ള അതിൻ്റെ ലോജിക് എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ വലിയൊരു നീളമുള്ള വീഡിയോയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി
ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തുടർച്ചയായിട്ടുള്ള ഭാഗം യഥാർത്ഥത്തിലുള്ള SLD ഉപയോഗിച്ചുകൊണ്ടുള്ള എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് വ്യക്തമായി അടുത്ത ഭാഗത്ത് ഞാൻ വിശദീകരിക്കുന്നതാണ്. വലിയൊരു വീഡിയോ കാണാനും ക്ഷമയോടിരുന്ന് കാണാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് പാർട്ടായിട്ടാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഇത് കണ്ട് എല്ലാം മനസ്സിലാക്കും കരുതുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.